ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുത്തുന്നത് ഇലക്ട്രിക് ബർണറുകളാണ്. ഇലക്ട്രിക് ബർണർ, അതിന്റെ ബഹൂർ, അതിന്റെ ലൈറ്റർ. കാരണം ഒരുപാട് പേര് ഇങ്ങനെ മഴ കണ്ടിന്യൂ ചെയ്ത് അതിനോണ്ട് തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് എൻക്വയറി ഉണ്ട് ബർണറിന്റെ ഫോട്ടോസ് അയച്ചു തരും. കാരണം ഒരു വീഡിയോ ഞാൻ ആലോചിച്ചു, ഒരു യൂട്യൂബർ ഒറ്റ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഫുള്ള് ബർണറുകളും അതിന്റെ ആക്സറീസുകളും ബഹൂറുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണമെങ്കിൽ നമുക്ക് ഈ വീഡിയോ ലിങ്ക് അയച്ചു തരാമല്ലോ എന്ന് കരുതിയിട്ട് നമുക്ക് ആദ്യം ഉള്ളത് സുപ്രീമിന്റെ ഈ ഒരു ബർണറാണ് കേട്ടോ ഫസ്റ്റ് പരിചയപ്പെടും. കാരണം നമുക്ക് ഷോപ്പിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള ബർണറും ഇത് തന്നെയാണ്. ഈ ബർണറുകൾക്കാവുമ്പം ഇലക്ട്രിക് ബർണറുകൾക്കാവുമ്പോഴും ലൈറ്റർ മറ്റുള്ള അതിന്റെ ആക്സറീസുകൾക്കൊന്നും റിട്ടേണോ റീഫണ്ടോ ഉണ്ടാവില്ല. ഗ്യാരണ്ടിയോ വാറന്റിയോ നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം വെച്ചാൽ നമുക്ക് കിട്ടുന്നത് തന്നെ ആ ഒരു ഓപ്ഷൻ ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതിന്റെ സിസ്റ്റം വരുന്നത് ഇങ്ങനെയാണ്. എന്നാൽ നമുക്ക് ഇവിടെ ഏറ്റവും നീങ്ങുന്നത് തന്നെയാണ് കേട്ടോ. പക്ഷെ പ്രൈസ് ഉണ്ടാവും, ഒരു 1000 റുപ്പീസിന്റെ ഒക്കെ മുകൾക്ക് പ്രൈസ് ഉണ്ട് ഇതിന്. ഇതെങ്ങനെയാണ് വരിക കണ്ടോ, ജസ്റ്റ് അതിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. അതിന്റെ കേബിൾ അഥവാ വയർ ഇവിടെ ഉണ്ട്. വയർ നേരെ ഒന്ന് പ്ലഗ് ചെയ്യുക. ജസ്റ്റ് ഇവിടെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ ഹീറ്റ് ആവും. ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ബഹൂർ ഇട്ട് കൊടുക്കുക. ബഹൂറുകൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഞാൻ കാണിച്ചത്, ലാസ്റ്റ് കാണിക്കുക. ഇട്ട് കൊടുക്കുക. ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ഒന്നും ഇല്ല ഇതിന്. പക്ഷെ നമുക്ക് ഹീറ്റർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വലിയ ഹൈ വേറെ കാര്യം, ഇത് യൂസ് ചെയ്യുന്ന രീതി കറക്റ്റ് പറഞ്ഞുതരാം. ഏത് ഇലക്ട്രിക് ബർണറുകളായി കഴിഞ്ഞാലും ഫസ്റ്റ് കണക്ട് ചെയ്യുക, ബട്ടൺ ഓൺ ആക്കിയിടുക. ഒരു 4 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടായിട്ടുണ്ടാവും. 4 മിനിറ്റ് ഒരുപാട് ഒരു ആവറേജ് എല്ലാ ബർണറുകളും ആകെ സിസ്റ്റത്തിൽ വരിക. 4 മിനിറ്റ് കഴിഞ്ഞാൽ നല്ലപോലെ ഹീറ്റ് ആയിട്ടുണ്ടാവും. കഴിഞ്ഞാൽ നേരെ നിങ്ങളെ കയ്യിലുള്ള ഓയിൽ കണ്ടന്റ് കൂടുതലുള്ള ബഹൂറുകൾ ഇതിലിട്ട് കൊടുക്കുക. കാരണം ഡ്രൈ ഉള്ള ബഹൂറുകൾ വരുന്നുണ്ട്, അത് ചാർക്കോളിൽ പുകയ്ക്കുന്ന സമയത്താണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലിട്ടിടുന്ന സമയത്ത് നിങ്ങൾ ഓയിൽ കണ്ടന്റ് കൂടുതലുള്ള ബഹൂറുകളാണ് ഇട്ട് കൊടുക്കേണ്ടത്. പൊടിയായിട്ട് വരുന്നത്, അഥവാ ആ ഒരു ചിപ്സ് പോലെയുള്ള ഉണ്ടല്ലോ സ്ലൈഡായിട്ട് ഓയിലുള്ളത്, അത് ഒരുപാടുണ്ട്. ഞാൻ കാണിച്ചു തരാം അതൊക്കെയാന്നുള്ളത്. ഇതിലിട്ട് കൊടുക്കാം. ഇതിന്റെ മുകളിലത്തെ പാത്രത്തിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിന്റെ ആകുമ്പോട്ട് എല്ലാത്തിനും പല രീതിയാണ്, പലതിനും ഓരോന്നോരോന്ന് ജസ്റ്റ് കാണിക്കാം. നിങ്ങൾക്ക് ഒരു മിഡിൽ ഇട്ട് കൊടുത്താൽ മതി. ഈ ഓറഞ്ചിൽ ഗ്രീൻ ആയി കഴിഞ്ഞാൽ പക്ക ലൈറ്റാണ്, ചെറിയ കറണ്ട് വലിക്കുള്ളൂ, ചെറിയ ചൂടേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ എല്ലാ കുറച്ചും കൂടുതൽ ഓറഞ്ചിൽ ഇട്ട് കൊടുത്താൽ അത്യാവശ്യം നല്ലപോലെ ഉണ്ടാവും. റെഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് തന്നെ നിൽക്കണം. ഒരുപാട് സമയം ഇട്ടെടുത്താൽ ഇതിന്റെ കോയിൽ കത്തിപ്പോവും. കോയിൽ കത്തിപ്പോയി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. റിട്ടേണോ റീഫണ്ടോ ഒന്നും ഇതിനുണ്ടാവില്ല. അപ്പോൾ ഇതിന് പ്രൈസ് ഏകദേശം ഒരു 1500 രൂപേന്റെ താഴെ വരുള്ളൂ. ഞാൻ കറക്റ്റ് പ്രൈസ് പറയാത്തത്, ഈ വീഡിയോ ചിലപ്പോൾ ഇനിയും കണ്ടിന്യൂ കാലങ്ങൾ ഓടുമ്പോൾ അന്ന് നിങ്ങൾ ഇത്രയല്ലേ പറഞ്ഞത്, ഇപ്പം ഇത്ര ആയോ എന്ന് ചോദിക്കും. കാരണം നമ്മൾ ലാവണ്യ കളർ ബോർഡിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ട് അന്ന് 28 രൂപക്ക് 5 വർഷം മുന്നേ വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും കസ്റ്റമർ വരുമ്പം ഇപ്പോൾ 33 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ 33 രൂപ പ്രൈസ് കൂടുതലായല്ലോ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിനോട് നമ്മൾ പ്രൈസ് ഉറപ്പിച്ച് പറയാത്തത്. പ്രൈസ് ആകുമ്പോൾ നമുക്ക് കൂടും കുറയ്ക്കെ ചെയ്യുമല്ലോ, അതിനോടാണ്. ഒന്ന് ഈ ബർണർ കേട്ടോ, ഇത് നമുക്ക് ഞാൻ പറഞ്ഞ 1500 രൂപേൻ്റെ ഉള്ളിലാണ് ഈ സമയത്ത് പ്രൈസ് വരിക. ഈ പ്രൈസ് കൂടും കുറയൊക്കെ ചെയ്യാം. വേറെ കാര്യം, ഒന്ന് ഈ ബർണർ, ഇതിൻ്റെ ജസ്റ്റ് ഈ ഫോട്ടോ സ്ക്രീൻഷോട്ട് അയച്ചെന്നാൽ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് അവിടെ നിന്ന് കൺഫേം ആക്കി തരാം. രണ്ടാമത്തെ ബർണർ വരുന്നത് സിമ്പിൾ ആയിട്ടാണ്, ഇന്ത്യൻ മെയ്ഡ് തന്നെയാണ്. ഇത് കണ്ടില്ലേ, സാധാരണ ഒരു വീട്ടിലൊക്കെ ഇതാണ് ധാരാളം കേട്ടോ. നമുക്കിവിടെ നീങ്ങണം ഇതാണ്. പക്ഷെ ഇത് എപ്പോഴും നമ്മളെ കയ്യിൽ അവൈലബിൾ ആവാൻ സാധ്യതയില്ല, കാരണം കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. നേരെ മറ്റിൻ്റെ അതേപോലെ തന്നെ ഈ പ്ലഗ് ചെയ്യുക, ഡയറക്റ്റ് പ്ലഗ് ചെയ്യുക, ബട്ടൺ ഓൺ ആക്കിയിടുക. സ്വിച്ച് ഓണും ഓഫ് ആണ് അല്ലേ എന്ന് മനസ്സിലാവാൻ, അഥവാ ഇത് മെഷീൻ വർക്കിംഗ് ഉണ്ടോയെന്ന് അറിയാൻ ജസ്റ്റ് ഒരു റെഡ് സിഗ്നൽ ഇവിടെ കത്തും. അത് കത്തിക്കഴിഞ്ഞാൽ സംഭവം റൺ ആവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. മറ്റിൻ്റെ അതേപോലെ തന്നെ ഒരു 4 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യുക, പൊടിയിട്ട് കൊടുക്കുക. ഇതിനെ പിടുത്താണ് നമുക്ക് ഒരു റൂമിൽ നിന്ന് മറ്റുള്ള റൂമുകൾക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് ഉപയോഗത്തിന് വേണ്ടിയിട്ട് നേരെ ഇങ്ങനെ തിരിച്ചക്കാണ്ട് ടൈറ്റായി കൊടുക്കുക. അത്ര സിമ്പിളാണ്, വേറെ ഒരു പണി എടുക്കാറില്ല ഇതാവുമ്പോൾ. അത് രണ്ടാമത്തത് കേട്ടോ. അപ്പോൾ 2 ഇതിൻ്റെ ഞാൻ അതും പറഞ്ഞുതരാം. ഇതിൻ്റെ എല്ലാം നമുക്ക് 4-5 മിനിറ്റ് ഓൺ ആക്കിയിട്ട് നല്ലപോലെ ഇവിടെ ഹീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ബഹൂർ ഇവിടെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഓൺ ആക്കാൻ പാടുള്ളൂ. ഒരുപാട് സമയം ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കോയിൽ കത്തിപ്പോകും. നല്ലപോലെ ശ്രദ്ധിക്കണം. ചുരുക്കം പറഞ്ഞാൽ മക്കളെ നോക്കണ പോലെ നോക്കണം എന്നർത്ഥം. അത്രയും ക്ലിയറിൽ കൊണ്ടെടുക്കുമ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ഒരുപാട് സമയത്തേക്ക് യൂസ് ആക്കാൻ പറ്റുള്ളൂ. ഇതും അതേപോലെ തന്നെ സിസ്റ്റമാണ് വരുന്നത് കേട്ടോ. പിന്നെ ആളുകൾ ചോദിക്കും ഇതിൻ്റെ സ്മെല്ല് എത്ര സമയം നിൽക്കും റൂമിൽ എന്നുള്ളത്. അപ്പം നല്ല ബഹൂറുകളായി കഴിഞ്ഞാലും ഒരു 2 ഹവറിൻ്റെ താഴേക്കൊക്കെ ഇതിൻ്റെ സ്മെല്ല് റൂമിൽ ഉണ്ടാവുള്ളൂ. അതും ഞാൻ കൂടുതൽ പറഞ്ഞു. റൂം ക്ലോസ് ചെയ്ത റൂമാണെങ്കിൽ പോലും. പിന്നെ ഇത് കത്തിക്കഴിഞ്ഞതിന് ശേഷം അത് നിങ്ങൾ അവിടെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു 4 മിനിറ്റ് ഓൺ ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് ബഹൂറിട്ടും മൊത്തം 9 മിനിറ്റ്. ആ 9 മിനിറ്റ് ശേഷം നിങ്ങൾ ഓഫ് ആക്കിയിട്ടും അതേ ഈ സാധനം ഒരു 2 മിനിറ്റൊക്കെ അവിടെ വെക്കാൻ പാടുള്ളൂ ആ റൂമിൽ തന്നെ. കാരണം മാറ്റി വെക്കണം. ഓപ്പൺ ആയ എയറിലേക്ക് മാറ്റി വെച്ചില്ലെങ്കിൽ അതിൻ്റെ ആ ബഹൂർ കരിഞ്ഞ ആ സ്മെല്ല് നമുക്ക് ഇതിൽ നിന്ന് കറക്റ്റ് പുറത്തേക്ക് ഔട്ട് ചെയ്യും. അപ്പോൾ റൂമിലുള്ള സ്മെല്ല്, റൂമിലുള്ള ക്ലോത്തുകൾ അല്ലെങ്കിൽ കർട്ടല് അല്ലെങ്കിൽ ബെഡ്ഷീറ്റിലൊക്കെ പിടിക്കുക. ആ ഒരു ചാർക്കോളിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കരിഞ്ഞ സ്മെല്ല് കയറി പിടിക്കും. അപ്പോൾ അതാണ് കൂടുതൽ സമയം ഉണ്ടാവുക. അപ്പോൾ അതിനോട് നമ്മൾ എപ്പോഴാണ് ആവശ്യം കഴിഞ്ഞത് അപ്പോൾ അവിടുന്ന് അത് ഒഴിവാക്കുന്നത് നല്ലതാണ്.
പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഹീറ്റിംഗ് നല്ലപോലെ ഉണ്ടാവും. കുട്ടികൾക്ക് ചെറിയ മക്കൾക്ക് കിട്ടുന്ന ഭാഗത്ത് ഒരിക്കലും ഒരു കാരണവശാലും ഇത് വെക്കാനും പാടില്ല എന്നുള്ളതാണ്. അത് നമുക്ക് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബർണർ കേട്ടോ. അത് സിമ്പിളാണ്. ഇതിന് പ്രൈസ് വരുന്നത് 11,900. അത് 2000 രൂപയ്ക്ക് 100 രൂപേൻ്റെ കുറവ്. വളരെ സിമ്പിളാണ്. നമുക്ക് കാറിൽ ഉപയോഗിക്കാൻ പറ്റും, പോർട്ടബിൾ ആണ്, എവിടെയും കൊണ്ടുപോയിട്ട് നമുക്ക് യൂസ് ആക്കാൻ പറ്റും. ഒന്നുമില്ല, ആദ്യം നമുക്ക് നിങ്ങളെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ 2 മണിക്കൂർ കണ്ടിന്യൂ ഇവിടെ ചാർജ് ഇടുക. സാധാ D ടൈപ്പ് ചാർജർ കണ്ടില്ലേ, D ടൈപ്പ് ചാർജറാണ്. അത് കഴിഞ്ഞ ശേഷം 2 മണിക്കൂർ ചാർജ് ചെയ്തതിനു ശേഷം ഇവിടെ അതിൻ്റെ ബട്ടൺ ഓണും ഓഫും ഉണ്ട്. ഓഫ് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആണ്. ഓണ് ഒരു ടിക്കിലാവില്ല, 2 വട്ടം ക്ലിക്ക് ആക്കുക. ടിക്ക് ടിക്ക് അങ്ങനെ 2 വട്ടം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ജസ്റ്റ് ഒന്ന് ഒരിത്തിരി ബഹൂട്ട് കൊടുത്താൽ മതി. ഇവിടെ ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ. ഇത് നല്ല സെറ്റാണ്, നല്ലതായിട്ട് സ്മെല്ല് നിൽക്കും. പിന്നെ കുറഞ്ഞ ക്വാണ്ടിറ്റിയെ തന്നെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും. പിന്നെ കാറിലൊക്കെ ആണെങ്കിൽ ആ ഒരു ഊതിൻ്റെ മണം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ബഹൂർ ഫ്ലേവറിലും വരുന്നുണ്ട്. അമീറൽ ഊത്, ഊത് കുവൈത്തി, റസാസിൻ്റെ ഷുഹറ, പർപ്പിൾ ഊത്, YSLൻ്റെ ഊത്, മർജിൻ്റെ ബഹൂർ, ഇതെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സ്മെല്ലുകളാകുമ്പോൾ കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ പല മോഡൽസുകളും ഉണ്ട്. ജസ്റ്റ് അത് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റിൽ. കണ്ടില്ലേ, ഇത് നമുക്ക് സെറ്റാട്ടോ. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നും കൂടി സെറ്റ് ആവണതാണ്. കാരണം നമുക്ക് നല്ലപോലെ യൂസ് ആക്കുകയാണെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. നിങ്ങൾ കാരണവശാലും ഓഫ് ആക്കി കൊടുക്കേണ്ട കാര്യമില്ല. എൻ്റെ ടോണായി കൊടുത്താൽ നല്ലപോലെ പുകഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക് ഓഫ് ആവും ചെയ്യും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1,900. ആ ഒരു പ്രൈസിലാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത്. ഒരു ചാർജർ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. ഇതിൻ്റെ കേബിൾ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ സാധാ ഫോണൊക്കെ ചാർജ് ചെയ്യണേ, അതായിട്ട് നിങ്ങൾക്ക് ചാർജ് ചെയ്തുകൊണ്ട് യൂസ് ആക്കാൻ പറ്റും. അടുത്തത് വരുന്നത് നമുക്ക് താഴേക്ക് പ്രൈസ് വരുന്ന ഒരു ബർണർ കേട്ടോ. അത് കണ്ടില്ല, സിമ്പിളാണ്. ഇവിടെ ഒന്നുമില്ല, ഡയറക്റ്റ് പ്ലഗ് ചെയ്യാം. ഇവിടെ കറണ്ട് ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇവിടെ ഇതിൽ ജസ്റ്റ് റെഡ് സിഗ്നൽ കത്തി കാണിച്ചു തരും. ഇത് ഇതേപോലെ തന്നെയാണ്. ചൈനൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം യൂസ് ആക്കാൻ. കംപ്ലൈൻറ്റ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതും അതേപോലെ തന്നെയാണ്. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞാൽ ഈ വറുത്തൽ അതിന് നമ്മൾ ബഹൂർ ഇട്ട് കൊടുക്കുക. ഓയിൽ കണ്ടന്റ് ഡ്രൈ അല്ലാത്ത നല്ല ഓയിലുള്ള ബഹൂറുകൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് സ്മെല്ല് ഒരുപാട് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇത് നമ്മളെ കയ്യിൽ അവൈലബിൾ ഉണ്ട്. പിന്നെ ഞാൻ പരിചയപ്പെടുത്താനുള്ള ബർണർ കാറിൽ നമുക്ക് ഇപ്പോഴത്തെ ഈ മഴ സീസണിലൊക്കെ കാറിൽ നമുക്ക് സെറ്റാണ് ഈ സാധനം. അതിന് എല്ലാ കാറിനും പറ്റൂല. അപ്പോൾ ആൾട്ടോൻ്റെ 800 ആണെങ്കിൽ ആൾട്ടോ 800 എന്ന് പറഞ്ഞ മാരുതിൻ്റെ വണ്ടിക്കൊന്നും ഇത് പറ്റൂല. കാരണം അതിൻ്റെ സ്റ്റാറിങ്ങിൻ്റെ നേരെ താഴത്താണ് ഈ പ്ലഗ് വരുന്നത്. എറ്റിയോസിന് പറ്റും, ചില വണ്ടികൾക്ക് പറ്റും. അപ്പം നിങ്ങൾ എവിടെയാണോ ഈ പ്ലഗ് വരുന്നത് ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് അത് ഫോട്ടോ അയച്ചു തരിക. അല്ലെങ്കിൽ അത് തടസ്സമില്ല എന്ന് ജസ്റ്റ് അതും കൂടി നോക്കിയിട്ട് വേണം ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ. ഇത് നേരെ പ്ലഗ് ചെയ്യുക. ഇവിടെ ഓണും ഓഫും ഉണ്ട്. ഇത് അതേപോലെ തന്നെയാണ് കുട്ടികൾ കിട്ടുന്നിടത്തൊക്കെ ആയി കഴിഞ്ഞാൽ കൈ പെട്ടെന്ന് ഹീറ്റാവും, പൊള്ളും. അപ്പോൾ അതിനോട് നല്ലപോലെ ശ്രദ്ധിക്കണം. നമുക്ക് അപകടം വരാത്ത രൂപത്തിൽ വേണം ഇങ്ങനത്തെ യൂസ് ആക്കാൻ. ഇവിടെയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇതിൻ്റെ അടുത്തത് കാണിക്കാനുള്ളത്. പിന്നെ അതുപോലെ പരിചയപ്പെടുത്താനുള്ളത് നമുക്കൊരു 475 രൂപ പ്രൈസ് വരുന്ന MRP പ്രൈസ് വരുന്ന ഒരു ഇലക്ട്രിക് അല്ലാത്ത ചാർക്കോളൊക്കെ ഇട്ടിട്ട് പുകയ്ക്കാൻ പറ്റുന്ന ഒരു പ്രീമിയം ഫീലൊക്കെ തോന്നിക്കുന്ന ഒരു ബർണറാണ് കേട്ടോ. കണ്ടില്ലേ, അതിൻ്റെ വുഡ് മറ്റിൻ്റെ അതേപോലെ തന്നെ വുഡ് ഇതിൻ്റെ പിടി ഇതിൻ്റെ ഒപ്പം ഉണ്ടാവും. ജസ്റ്റ് നമുക്ക് ഇവിടെ സ്ക്രൂ ചെയ്ത് കൊടുക്കുക. ഇതിനെന്താ വെച്ചാൽ കണ്ടില്ല എങ്ങനെയാണ് വരുന്നത്. ഒരു ഫിറ്റാക്കിയൊരു ഈ പോലെ എടുക്കും. ഇത് ഞാൻ കാണിക്കാൻ പോകുന്ന മൊത്തം അങ്ങനത്തെ ബർണറുകൾ ജസ്റ്റ് കാണിച്ചു തരാം ഏതൊക്കെയാണെന്നുള്ളത്. ഇതല്ലാതെ ജസ്റ്റ് നിങ്ങൾക്ക് ഫോട്ടോസുകളെ കണ്ട് കാണണമെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഇവിടെ നിന്നുള്ള നമ്മുടെ കയ്യിലുള്ള എല്ലാ കളക്റ്റിനും ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും. ഇനി വലിയ ബർണറുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്ജിദുകളിൽ പള്ളിയിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വലിയ ബിഗ് ബർണർ വേണമെങ്കിൽ അതും നമ്മളെ കയ്യിലുണ്ട്. ജസ്റ്റ് ഫോട്ടോസ് അയച്ചു തരാം. ഈ ബർണർ കണ്ടില്ലേ, ഇത് ഒന്നുമില്ല, ഡയറക്റ്റ് മറ്റുള്ള ബർണർ പോലെ തന്നെ ഒന്ന് പ്ലഗ് ചെയ്യുക. ജസ്റ്റ് ഇവിടെ ഇതിൻ്റെ ലൈറ്റ് ഉണ്ടാവും. നമുക്ക് ലൈറ്റ് ഓണും ഓഫും ആക്കാൻ ലൈറ്റ് ഓണും ഓഫും ചെയ്യാൻ പറ്റുമെങ്കിൽ കറക്റ്റ് ഡയറക്റ്റ് കറണ്ടുമ്പോൾ തന്നെ നമുക്ക് ചെയ്യണം. ബട്ടൺമേൽ തന്നെ. ഈ ബട്ടൺ എന്തിനാണെന്ന് വെച്ചാൽ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ മെഷീൻ ഓണും ഓഫ് ആക്കുന്ന ഒരു സിസ്റ്റമാണ് ഇതുകൊണ്ട് ആലോചിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ വരുന്ന ബർണർ ഇങ്ങനത്തെ ഒരു ബർണർ ഉണ്ട് കേട്ടോ. ഇതിന് ചെറിയൊരു ബട്ടൺ ഇവിടെ ഉണ്ടാവും. ഒക്കെ ഒരേ സിസ്റ്റമാണ്, ഡയറക്റ്റ് പ്ലഗ് ചെയ്യുക. ഇതിൻ്റെ വേറൊരു മോഡലാണെന്ന് ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു മോഡലിലുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ബഹൂർ ഇവിടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി റണ്ണായി. ഒക്കെ 4 മിനിറ്റ് 5 മിനിറ്റ് ഓണാക്കി ഇടുക. അപ്പോൾ ബഹൂർ ഇട്ട് കൊടുക്കുക. മൊത്തം 5 മിനിറ്റ് മൊത്തത്തിൽ റണ്ണാക്കുക. അത്രേ ഉള്ളൂ. പിന്നെ വരുന്ന ബർണർ ഇങ്ങനത്തെ ഒരു ബർണർ ഉണ്ട്. ഇതും ഡയറക്റ്റ് പ്ലഗ് ചെയ്യുക. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ലൊരു
നമുക്ക് ബെഡ്റൂമിലെ ബെഡ് ലൈറ്റൊക്കെ ആക്കാൻ നമുക്ക് യൂസ് ആക്കാൻ പറ്റും. ഇതിനൊന്നും വലിയ ഗ്യാരണ്ടിയും വാറണ്ടിയും ക്വാളിറ്റി നമുക്ക് പറയാൻ കഴിയും. ഒരു മിഡിൽ ക്വാളിറ്റി എന്നുള്ള ലെവലിൽ ഇതൊക്കെ പറയാൻ കഴിയുള്ളൂ. കണ്ടില്ലേ, ഇതിനിവിടെ ഓണും ഓഫും ഉണ്ടാവും. ജസ്റ്റ് നമ്മൾ ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വിട്ടുതരും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന സിസ്റ്റം എങ്ങനെയാണ്. ഇതും ഡയറക്റ്റ് പ്ലഗ് ചെയ്യുന്ന ബർണറാണ്. പിന്നെ നമ്മളെ കയ്യിലുള്ള ബർണറാണ് ചാർക്കോളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബർണർ കേട്ടോ. ഇതേപോലെ തന്നെയാണ്. എന്താ ഇവിടെ ഒരു ലോക്കറാണ്, അങ്ങനെ ലോക്ക് ചെയ്യുക. ജസ്റ്റ് നമുക്ക് ഇവിടെ ചാർക്കോൾ ഇട്ടിട്ട് ലൈറ്റർ ഇട്ടിട്ട് ആദ്യം ചൂടാക്കി ഉണ്ടാക്കണം. ചാർക്കോൾ ഹീറ്റ് ആയതിന് ശേഷം ബഹൂർ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് വരുന്ന ബഹൂറുകൾ എന്നുള്ളത് കുറച്ച് ഡ്രൈ ആയ ബഹൂറുകളാണ് പൊതുവേ യൂസ് ആക്കാറുള്ളത്. അല്ല അത്ര തന്നെ ഓയിൽ കണ്ടൻ്റ് ആയി കഴിഞ്ഞാൽ, ഓയിലുള്ള ബഹൂറായി കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തിപ്പോവും. കാരണം ഒരുപാട് സമയത്തേക്ക് പുക ഉണ്ടാവില്ല. നമുക്ക് ആ നല്ല പുക കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഡ്രൈ ഉള്ളത് കയറ്റി കൊടുക്കണം. ഇതൊന്നുമില്ല, സിമ്പിളാണ്. പിന്നെ ഇങ്ങനത്തെ പിരമിഡിൽ വരുന്ന ഒരുപാട് ഐറ്റംസ്, ഇതിൻ്റെ ബിഗ് സൈസാണ്, ഇതിൻ്റെ സ്മോളും ലാർജൊക്കെ വരുന്നുണ്ട്, പല സൈസിൽ വരുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും പരിചയമുള്ള ഐറ്റം തന്നെ കാരണം ജസ്റ്റ് ഇവിടെ തുറക്കുക, അതിൻ്റെ ഉള്ളിൽ ബഹൂർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്മെല്ല് ഒരുപാട് സമയത്തേക്ക് ഉണ്ടാവും. മറ്റേ ഇതിൻ്റെ ചാർക്കോളാണ്, കറണ്ടിൻ്റെ അല്ല, ഇലക്ട്രിക് അല്ല. ചാർക്കോൾ ഹീറ്റാക്കിയതിന് ശേഷം വേണം ഇത് പിരമിഡിൽ പോലെ. നമുക്ക് പരിചയപ്പെടുത്താനുള്ള അതിൻ്റെ ബഹൂറുകളാണ്. നമുക്ക് ആദ്യമായി ഒരു മിഡിൽ ക്വാളിറ്റി ബഹൂർ പരിചയപ്പെടുത്തുകയാണെങ്കിൽ അഗറൂദിൻ്റെ സ്മെല്ല് വരുന്ന ഈ ബഹൂർ കേട്ടോ. ഇത് 50 ഗ്രാമാണ് ക്വാണ്ടിറ്റി. പ്രൈസ് വരുന്നത് ഇതിന് 250 നമുക്ക് 220 നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ല ബഹൂറാണ്, ഓയിൽ കണ്ടൻറ്റ് കുറവാണ്. ഇത് നിങ്ങൾക്ക് പിന്നെ മെഷീനിലും പുകയ്ക്കാൻ പറ്റും. ഇനി അതേപോലെ തന്നെ നമ്മളെ ചാർക്കോളിലാണെങ്കിലും ഡയറക്റ്റ് പുകയ്ക്കാൻ പറ്റും. കണ്ടില്ലേ, അങ്ങനത്തെ ഒരു ബഹൂറാണ് വരുന്നത്. ഒക്കെ വുഡിൻ്റെ അതേ സ്ലൈഡ് തന്നെയാണ്. എന്താ അങ്ങനെയാണ് വരുന്നത്. അറേബ്യൻ ഊദ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ബഹൂറുണ്ട് കേട്ടോ. ബഹൂർ ഊദൽ അറേബ്യ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ആണ് ഇത്. ഊദ് കുവൈത്തി, ഒരുപാട് സ്മെല്ലുകളുണ്ട്. ഊദ് കുവൈത്തിൻ്റെ സ്മെല്ലുള്ളത്, അതേപോലെ തന്നെ അമീറൽ ഊദിൻ്റെ സ്മെല്ലുള്ളത്, കസ്തൂരിൻ്റെ സ്മെല്ലുള്ളത്. നമുക്ക് ഏറ്റവും കൂടുതൽ നീങ്ങുന്നത് ഇവരുടെ തന്നെ റസാസി ഷുഹറിൻ്റെ സ്മെല്ലുള്ള ഒരു ഐറ്റം ഇവരുത് വന്നിരുന്നു. അത് കഴിഞ്ഞതാണ്, അത് അടിപൊളിയാണ്. അത് അത്യാവശ്യം നല്ല നീങ്ങുന്ന സാധനമാണ്, റസാസി ഷുഹറിൻ്റെ സ്മെല്ലുള്ളത് കേട്ടോ. അതേപോലെ തന്നെയാണ് ഇത് ബഹൂർ ദുബായ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം. ഇതും അത്യാവശ്യം നമുക്ക് ഇവിടെ ഷോപ്പിലെല്ലാം പോലെ റണ്ണാവേണ്ട ഒരു ഐറ്റത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ 320 രൂപ. 50 ഗ്രാം ക്വാണ്ടിറ്റി ഉണ്ടാവും. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റത്തിൽപ്പെട്ട തന്നെയാണ്. പിന്നെ ഊദൽ ഖലീജിൻ്റെ 220 ഊദൽ ഖലീജ് 20 ഗ്രാം ക്വാണ്ടിറ്റി ഉണ്ടാവും. നമുക്ക് തരക്കേടില്ലാത്ത, മോശം പറയാൻ പറ്റാത്ത സാധനമാണ്. അത്യാവശ്യം നല്ല റണ്ണിങ് ഉള്ളതാണ്. ഇത് നിങ്ങൾക്ക് ടെസ്റ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് ടെസ്റ്റ് അടിച്ചിട്ട് പിന്നെ ഓക്കെ ആണെങ്കിൽ വലിയ ബോട്ടിലേക്ക് ചേഞ്ച് ആക്കിയാൽ മതി. അതിന് അല്ലൂദിൻ്റെ ബഹൂർ അൽ സൂഫി എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. പിന്നെ അവർ തന്നെ പിന്നെ ഖലീജും ഷെയ്ക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നീങ്ങുന്നത് കേട്ടോ. ഷെയ്ക്ക് കണ്ടില്ല, ഷെയ്ക്ക് അതാണ്. അതിൽ തന്നെ ഖലീജ് വരുന്നൊരു വേറൊന്നും വരുന്നുണ്ട്, ഊദൽ ഖലീജ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ മുഹല്ലത്ത് എമിറേറ്റ്സിൻ്റെ ഒക്കെ സ്മെല്ലാട്ടോ അതുണ്ടാവുക. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ബഹൂർ നമ്മളെ കയ്യിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് തുർക്കിഷ് റോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റംസ് ബഹൂറുണ്ട്. ഇതിന് നമുക്ക് പ്രൈസ് വരുന്നത് 150 രൂപ പ്രൈസ് വരുന്നുള്ളൂ. ഏകദേശം നമുക്ക് 20 ഗ്രാം ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. അല്ലൂദ് എന്ന് പറഞ്ഞിട്ടൊരു 190 രൂപൻ്റെ ഒരു ബഹൂറുണ്ട്. ഇതൊക്കെ നമുക്ക് ലൈറ്റ് സ്മെല്ലുകൾ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ചാർക്കോൾ നമ്മളെ കയ്യിൽ 2 കമ്പനിൻ്റെ, ഈ കമ്പനിൻ്റെ ചാർക്കോളും ഉണ്ട്, ഇതല്ലാതെ വേറൊരു കമ്പനിൻ്റെ ചാർക്കോളും ഉണ്ട്. ചാർക്കോളിൽ പല സമയത്ത് പല പ്രൈസാണ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൊടുക്കുന്നത് 50 രൂപക്കാണ്. അപ്പോൾ അതങ്ങനെ. പിന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള ബഹൂർ എന്ന് വെച്ചാൽ ലതാഫൻ്റെ റഗബ എന്ന് പറഞ്ഞ പെർഫ്യൂമിൻ്റെ ആ സ്മെല്ലിൽ വരുന്ന ഒരു ബഹൂർ കണ്ടില്ല, റഗബ എന്ന് പറഞ്ഞിട്ട് തന്നെ. അവർ തന്നെ ലതാഫൻ്റെ ഊദ് മൂഡ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് വരുന്നുണ്ട് കണ്ടോ. ഊദ് മൂഡ് എന്ന് പറഞ്ഞിട്ട് ബഹൂർ ഊദ് മൂഡ് കണ്ടോ. അതേപോലെ തന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ. ഇതിൽ ഏകദേശം നമുക്ക് 9 പീസ് ഉണ്ടാവും. ഇതിന് പ്രൈസ് വരുന്നത് 220 രൂപയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഏറ്റവും നീങ്ങണ ഒരു സാധാ പ്രൈസിൽ കൊടുക്കാൻ പറ്റുന്നതാണ് അലമറേഡ്സിൻ്റെ ബഹൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓറഞ്ച് കളർ പൊതുവേ മാർക്കറ്റിലൊക്കെ കാണുന്ന ഒരു ബഹൂറാണിത് കണ്ടില്ലേ, ഇമറാത്ത് എന്ന് പറഞ്ഞിട്ടൊരു ബഹൂർ. പിന്നെ ഇവരിത് അന എന്ന് പറഞ്ഞിട്ടൊരു നമ്മളെ ലതാഫൻ്റെ അന അബിയൽ വരുന്നുണ്ടല്ലോ, ആ അന അബിയലിൻ്റെ സ്മെല്ലിൽ ഒരു ബഹൂർ വരുന്നുണ്ട്. അതിവിടെ ഉണ്ടായിരുന്നല്ലോ, അന അബിയലിൻ്റെ സ്മെല്ലിൽ വരുന്നത്. നമ്മളെ ലാവൻഡർ റോദിൻ്റെ ഒക്കെ ചെറിയ സ്മെല്ലായിട്ട് നമുക്ക് ഫീലാവും അന അബിയലിൻ്റെ ഈ ബഹൂറും അന അബിയൽ. പിന്നെ ഇവർ തന്നെ ഒന്നും കൂടി വരുന്നുണ്ട് വാജ് എന്ന് പറഞ്ഞിട്ടൊരു ബഹൂറും. എന്നൊക്കെ എനിക്ക് തോന്നുന്ന ഒരു പക്ക ഊത് സ്മെല്ലുകളേക്കാൾ ഇതിൽ നിന്നൊക്കെ കിട്ടുക എന്നുള്ളതാണ്. ഇതെല്ലാം ബഹൂറുകളാണ് കേട്ടോ. ലൈറ്ററിൽ പിന്നെ വരുന്നത് 2-3 മോഡൽസുകളുണ്ട്. ഇത് നമുക്ക് 250 റുപ്യേൻ്റെ ബിഗ് സൈസ് ലൈറ്ററാണ്.
ഇത് ഒരു മോഡൽ ഇങ്ങനെ കത്തും. ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ബാക്കൊക്കെ ഒന്ന് അടിക്ക് താഴേക്കൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയും കത്തും. കണ്ടില്ലേ? നമുക്കിതാണ് ചാർക്കോൾ ചൂടാക്കാൻ ഒന്നും കൂടി ബെറ്ററിൽ കത്തി കിട്ടുക. ഇത് സാധാ ലൈറ്റർ പോലെ കത്താൻ. ഇത് രണ്ടും നമുക്ക് സിസ്റ്റം ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ലോക്കും അൺലോക്കും ഇവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ സ്പീഡ് പ്ലസും മൈനസും ആക്കാൻ ഇവിടെ ഉണ്ട്. ഇതിന് 250 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. പിന്നെ ആ സിസ്റ്റം ഒന്നുമില്ല, സാധാ നമുക്ക് ചാർക്കോൾ ലൈറ്റർ ചൂടാക്കാൻ മാത്രമുള്ളൊരു ലൈറ്റർ ഇത് കണ്ടില്ല. ഇതിങ്ങനെ ഇതൊക്കെ നമുക്ക് റീഫില്ലബിൾ ആണ്. വീണ്ടും നിങ്ങൾക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ട് യൂസ് ആക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഗുണം. ഇതിന് പ്രൈസ് വരുന്നത് 220, ഇതാകുമ്പോൾ പ്രൈസ് വരുന്നത് 250. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് വേണമെന്നുള്ളതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങളോട് ചാർക്കോൾ പറഞ്ഞിരുന്നു. ചാർക്കോൾ 2-3 ക്വാളിറ്റി എന്ന് പറഞ്ഞിരുന്നു. ചാർക്കോൾ ഒരു ക്വാളിറ്റി വരുന്ന ഇതാണ് കേട്ടോ. ഇതെല്ലാം ഇത് 60 റുപ്യാണ്, മറ്റേത് 50 രൂപയാണ് ചാർക്കോളിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന 2 ഐറ്റം ബർണറുകൾ കേട്ടോ. വളരെ സിമ്പിൾ ബർണറുകളാണ് ഇതൊക്കെ. ജസ്റ്റ് ഇതിവിടെ ചാർക്കോൾ ഇട്ട് കൊടുക്കുക. ഇത് വേറൊരു മോഡൽ, ഇത് വേറൊരു മോഡൽ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 170 രൂപ, ഇതിന് പ്രൈസ് വരുന്നത് 220 രൂപ. പിന്നെ അതുപോലെ വേറെ 2 ഐറ്റം ഇതൊക്കെ ചാർക്കോൾ ബർണറുകളാണ് കേട്ടോ. ജസ്റ്റ് ഇവിടെ ചാർക്കോൾ ഇട്ട് കൊടുക്കുക, പുകയ്ക്കുക. ഇത് വേറൊരു മോഡലാണ്, ഇത് വേറൊരു മോഡലാണ്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം പിന്നെ മസ്ജിദുകളിലും പള്ളികൾക്കൊക്കെ ഉണ്ടോ ഒന്നും കൂടി ഭംഗിയാവും, അറബിക് സൈസിൽ തോന്നിക്കുന്നതാണ്. ഇത് രണ്ടും വേറൊരു മോഡലാണ് കേട്ടോ. ജസ്റ്റ് കണ്ടില്ല, കുറച്ചൊരു ഹൈറ്റ് ഉള്ള പോലെ ഫീൽ ആവും. ഇതേപോലെ തന്നെ എല്ലാത്തിനും ഞാൻ മോഡൽസ് ജസ്റ്റ് എല്ലാത്തിനും ഒന്ന് കാണിക്കുന്നത് മാത്രം. കുറച്ച് ചെറിയ സ്മോള്, അത് നേരെ ഒന്നുമില്ല. ഇവിടെ ലോക്ക് ചെയ്യുക, ഇവിടെ അൺലോക്ക് ചെയ്യുക, ഇവിടെ ജസ്റ്റ് ബഹൂർ ഇട്ട് കൊടുക്കുക. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് ഇവിടെ 100 രൂപേൻ്റെ ഒരു മിഡിൽ ബർണർ കേട്ടോ. ബ്ലാക്കാണ്, കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ട്, ഒരു യൂണീക്കാണ്. കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒന്ന് ഡിസൈൻ ഒക്കെ പ്ലെയിനൊക്കെ മാറ്റിയിട്ടുള്ള വേറൊരു മോഡലായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് നമ്മളെ കയ്യിലുണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്യുക. അതേ പഞ്ചിനെ പോലെ തന്നെ 4 മിനിറ്റ് ഓണായി കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ബഹൂർ ഇട്ട് കൊടുക്കുക. അങ്ങനത്തെ പ്രൊഡക്റ്റ് ഒന്നും റിട്ടേണും റീഫണ്ടും ഗ്യാരണ്ടി വാറണ്ടി നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതാണ് ഇതിനൊക്കെയുള്ള പ്രശ്നം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മളെ കയ്യിലുള്ളത്.